പറയുന്ന ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആക്ച്വലി എന്നെ വന്നിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരനുസരിച്ചില്ല, കുറച്ച് നാളായിട്ടൊക്കെ എന്നെ കാണുന്ന ആൾക്കാരനുസരിച്ചറിയാം ഞാൻ നല്ലപോലെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, 20-25 കിലോയോളം. അപ്പം എൻ്റെ ഒരു ഡയറ്റിൽ എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മാജിക്കൽ ഡ്രിങ്ക് എന്ന് തന്നെ പറയാം. ഇത് കഴിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളയിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ജീരകമാണ് വേണ്ടത്. അപ്പം ജീരകം എല്ലാവരുടെ അടുക്കളയിലും ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് ജീരകം എടുത്തിട്ട് ഒരു 2 സ്പൂൺ 1.5 സ്പൂൺ ജീരകം എടുത്തിട്ട് അത് നല്ല വാട്ടറിൽ വന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക ഓവർനൈറ്റ്. മോർണിംഗ് എടുത്തിട്ട് നമ്മൾ അതൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തിളയ്ക്കണം. അപ്പം ഈ ഡ്രിങ്ക് ഏകദേശം ഒരു 10 മിനിറ്റ്സോളം വന്നിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നിറം ലൈറ്റായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഒരു കപ്പിലോട്ട് മാറ്റുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം, പക്ഷെ അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ജീരകമല്ലേ. അപ്പം നമ്മൾ കുടിക്കുന്ന ഇടയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനൊരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏർലി മോർണിംഗ് കുടിച്ച് നോക്കാം. അപ്പോൾ ഏർലി മോർണിംഗ് ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ലെമണും ഹണിയൊക്കെ വേണമെങ്കിൽ എനിക്ക് ലെമണിൻ്റെ പുളിയും ഹണിയുടെ ആ ഒരു മധുരമുള്ള ടേസ്റ്റും ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, എനിക്ക് ഈ ഏർലി മോർണിംഗ് ആ ഒരു ടേസ്റ്റ് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ജീരകവെള്ളമാകുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 വീക്സ് ട്രൈ ചെയ്ത് നോക്കുക. ഏർലി മോർണിംഗ് നമ്മൾ മോർണിംഗ് കോഫി എടുക്കുന്നതിന് പകരമായിട്ട് ഇതെടുക്കുക. ഇത് സാധാരണ ഒരു ജീരകവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹണിയോ ഇല്ലെങ്കിൽ വന്നിട്ട് ലെമൺ ജ്യൂസോ ആഡ് ചെയ്യാം. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടാണ്. ലെമണും ഹണിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ ഒരു വാട്ടർ യൂസ് ചെയ്യാം. ഏർലി മോർണിംഗ് നമ്മൾ ബെഡ് കോഫിക്ക് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഒരു 1 to 2 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുള്ള ചേഞ്ചസ് മനസ്സിലാവും. എനിക്കിത് എൻ്റെ ഡയറ്റിൽ നന്നായി ഉപകാരപ്പെട്ടിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.